ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 3-hinged സർക്കുലർ ആർച്ച് ഓർ സെഗ്മെൻ്റൽ ആർച്ച് അതിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, 3-hinged ആയിട്ടുള്ള സർക്കുലർ ആർച്ചിൻ്റെ അനാലിസിസ്. ഓക്കെ, അതിന് പറയുന്ന വേറൊരു പേരാണ് സെഗ്മെൻ്റൽ ആർച്ച്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇനി ക്വസ്റ്റിൽ അനാലിസിസ് ദ സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട, സർക്കുലർ ആർച്ച് തന്നെയാണ് സെഗ്മെൻ്റൽ ആർച്ച്. ഓക്കെ, അപ്പം ഇതിൻ്റെ തിയറി, ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന തിയറി ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 6 ഓൺലൈൻ ക്ലാസ് 1 ഞാൻ അതിൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കുലർ ആർച്ചിൻ്റെ മെയിനായിട്ടുള്ള 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് കേട്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാവണം. വേണമെങ്കിൽ ആ ഫിഗർ ഞാൻ ഒന്നും കൂടിയും കാണിക്കാം. ഓക്കെ, ഈ ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് y എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. y എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 ഇക്വേഷൻസ് യൂസ് ചെയ്യണം അല്ലേ? ആ 2 ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ സർക്കുലർ ആർച്ചിൽ നമുക്കിപ്പം ഏത് സ്ഥലത്തെ y ആണോ വേണ്ടത്, അപ്പോൾ അതിലേക്ക് നമ്മൾ x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണക്കാക്കുക ആർച്ചിൻ്റെ സെൻറ്ററിൽ നിന്നാണ് x ഡിസ്റ്റൻസ് കണക്കാക്കുക. പാരബോളിക് ആർച്ചിലാണെങ്കിൽ നമ്മൾ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ റൈറ്റ് സപ്പോർട്ടിലാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് കണക്കാക്കുക. ഇതിൽ നമ്മൾ എക്സ് ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കുക ഫ്രം സെൻറ്റർ ഓഫ് ദ ആർച്ചാണ്. ഓക്കെ, ഈ ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും ഈ ആർച്ച് വരച്ചിട്ടുണ്ടാവുക. അതായത് അതിൻ്റെ ഒരു ഒറിജിൻ പോയിൻ്റ് ഉണ്ടാവും. ആ ഒറിജിൻ പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും ആ ആർച്ച് വരച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ വെച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് പറഞ്ഞിട്ട് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ ഒന്നും കൂടി അത് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, r² = x² + r - r + y ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ഇക്വേഷൻസ്. ഈ ഇക്വേഷനിൽ നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. x നമുക്കറിയാൻ പറ്റുമായിരിക്കും ഏത് ഡിസ്റ്റൻസിലെയാണ് y കണ്ടുപിടിക്കേണ്ടതെന്ന്. അതായത് സെൻറ്ററിന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് y കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ആ x ഡിസ്റ്റൻസാണ് ഇവിടെയുള്ള ഈ x. ഓക്കെ, ആ ഡിസ്റ്റൻസാണ് ഇവിടെയുള്ള x. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഏത് റേഡിയസിലാണ് ഈ ഒരു സർക്കുലർ ആർച്ച് നമ്മൾ വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സർക്കുലർ ആർച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റേഡിയസ് ആണ്. അതായത് ഒറിജിനിൽ നിന്നുള്ള ആ റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്മോൾ ലെറ്റർ r എന്ന് പറയുന്നത് ഇതിൻ്റെ റൈസാണ്, സെൻട്രൽ റൈസാണ്. അപ്പോൾ നമുക്ക് ഈ r എന്ന് പറയുന്ന ക്യാപിറ്റൽ R എന്ന് പറയുന്ന വാല്യൂ അറിയില്ല. ഓക്കെ, x നമുക്കറിയാം, സ്മോൾ ലെറ്റർ r അറിയാം, y അറിയില്ല. ഇതിൽ 2 അൺനോൺസ് ഉണ്ട്, r-ഉം y-ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് y എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു ഇക്വേഷനും കൂടി ഇതിനകത്ത് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. L/2² = r × 2r - r. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ ഇതിൽ നമുക്ക് L അറിയാം. L എന്ന് പറയുന്ന സ്പാനാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ സ്പാനാണ്. L/2² = സ്മോൾ ലെറ്റർ r റൈസ് ആണ്. ഇതിൽ r എന്ന് പറയുന്ന റേഡിയസ് ആണ്, ക്യാപിറ്റൽ R. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ R മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r മാത്രം അൺനോൺ ആയിട്ടുണ്ടാവും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ R കിട്ടും. അതായത് ഈ ആർച്ച് വരച്ചിരിക്കുന്ന റേഡിയസ് ക്യാപിറ്റൽ R എന്നുള്ളത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ക്യാപിറ്റൽ R കൊണ്ടുവന്ന് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r നമുക്കറിയാം, x നമുക്കറിയാം, സ്മോൾ ലെറ്റർ r അറിയാം, y മാത്രം അൺനോൺ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെയുള്ള ഏത് ഡിസ്റ്റൻസിലും, അതായത് സെൻറ്ററിൽ നിന്ന് ഒരു പർട്ടിക്കുലർ x ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഇക്വേഷൻസ് ഒക്കെ കിട്ടിയെന്നുള്ളതിൻ്റെ ഡെറിവേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ തീറ്റ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിഗർ വരച്ചിട്ട് ഈ തീറ്റ എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പം ഏത് പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്, ആ കൺസിഡർ ചെയ്തിട്ടുള്ള ആർച്ചിലുള്ള പോയിൻ്റാണ്. ആർച്ചിലുള്ള ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ നമ്മളിപ്പോൾ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റും ആ കറസ്പോണ്ടിങ് പോയിന്റ് ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ഹൊറിസോണ്ടലും ടാൻജൻറ്റും ആ നമ്മൾ കറസ്പോണ്ടിങ് പോയിന്റിൽ ടാൻജൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ,
അപ്പോൾ ആ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ പ്ലസ് വൈ. അപ്പോൾ ഇതിൽ എക്സ് നമുക്കറിയാം, ക്യാപിറ്റൽ ആർ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോക്കിയ രണ്ട് ഇക്വേഷൻസിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആർ കണ്ടുപിടിക്കാം, വൈ കണ്ടുപിടിക്കാം. സ്മോൾ ലെറ്റർ ആർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആ തീറ്റയാണ് കിട്ടുന്നത്. അതായത് ഹൊറിസോണ്ടലും ആ പർട്ടിക്കുലർ ആർച്ചിലെ പോയിന്റിൽ ടാൻജൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതാണ് ഫിഗറൊന്നും കാണിച്ച് പറയാത്തത്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, the equations for finding the rise y at any point on the circular arch at a distance x from the center of arch are as follows. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഫിഗർ കാണിച്ചു ഞാൻ പറഞ്ഞു അല്ലേ. അതായത് ഏത് ഡിസ്റ്റൻസിലുള്ള, അതായത് സെൻറ്റർ ഓഫ് ദ ആർച്ചിൽ നിന്ന് ഏത് ഡിസ്റ്റൻസ്, അതായത് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞാലും ആ എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർച്ചിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഏത് ഡിസ്റ്റൻസിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ റൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ ഇക്വേഷൻസ്. ഓക്കെ, രണ്ട് ഇക്വേഷൻസ്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ മൈനസ് ആർ പ്ലസ് വൈ ഹോൾ സ്ക്വയർ. പിന്നെ L/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 2r മൈനസ് ആർ. അപ്പോൾ ആദ്യം സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ടിട്ട് നമ്മൾ ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കും. എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വൈ അൺനോൺ ആയിട്ടുണ്ടാവും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൈ നമുക്ക് കിട്ടും. അപ്പോൾ വൈ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് തീറ്റ, ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഈസ്, ഇതും ഇപ്പം ഞാൻ കാണിച്ച ഇക്വേഷൻ തന്നെയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ക്യാപിറ്റൽ ആർ മൈനസ് ആർ പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ, എ 3-hinged arch is circular. അപ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം, ആ ആർച്ച് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള ആർച്ച് പാരബോളിക് ആണോ സർക്കുലർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, എ 3-hinged arch is circular 25 meter in span with a central rise of 5 meter. ഓക്കെ, അപ്പം 3-hinged ആർച്ചാണ്. എൽ എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. സ്പാൻ റൈസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. എൽ 25, റൈസ് ആർ 5. ഓക്കെ, ഇറ്റ് ഈസ് ലോഡഡ് വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 10 kN at 7.5 meter ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ഹിഞ്ച്. അപ്പം ഇതിൽ ലോഡുണ്ട്. ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7.5 മീറ്റർ മാറിയിട്ട്, അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 7.5 മീറ്റർ മാറിയിട്ടാണ് 10 kN എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ഫസ്റ്റ് വൺ, ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, റിയാക്ഷൻ അറ്റ് ഈച്ച് ഹിഞ്ച്. മൂന്നാമത് ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ്. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. രണ്ടാമത്തെ റിയാക്ഷൻ അറ്റ് ഈച്ച് എൻഡ് ഹിഞ്ച്. അപ്പം അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻസും, ഇപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് ഇനി റിസൾട്ടൻറ്റ് റിയാക്ഷൻസും കൂടി ഉണ്ടാവും. ഓക്കെ, എല്ലാ റിയാക്ഷൻസും നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഇതിൽ വന്നു, പിന്നെ എല്ലാ റിയാക്ഷൻസ് റിസൾട്ടൻറ്റും ഒക്കെ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത് ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7.5 മീറ്റർ മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പം നമുക്കിപ്പോൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വരയ്ക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം എ സി ബി. ഓക്കെ, 3 ഹിഞ്ച്, എയിൽ ഹിഞ്ച്, സിയിൽ ബിയിൽ. ഇനി ഇവിടെ നമ്മൾ റിയാക്ഷൻസ് മാർക്ക് ചെയ്യണം. വി എ, ആർ എ, എച്ച് എ. അതേപോലെ ഈ എൻഡിൽ വി ബി, ആർ ബി, എച്ച് ബി. ഓക്കെ, ഇനി ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ചെയ്യുന്ന ലോഡ് എവിടെയാണെന്നാണ് പറഞ്ഞത്? ലെഫ്റ്റ് സൈഡിലെ സപ്പോർട്ടിൽ നിന്ന് 7.5 മീറ്റർ മാറിയിട്ട് 10 kN ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, റൈസ് തന്നിട്ടുണ്ട്. റൈസ് 5 മീറ്റർ. ഓക്കെ, സ്പാൻ എൽ എന്ന് പറയുന്നത് 25 മീറ്റർ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹാഫ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 12.5 ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളോട് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ അറ്റ് ഈച്ച് എൻഡ് ഹിഞ്ച്. ഓക്കെ, റിയാക്ഷൻസ്
എല്ലാ റിയാക്ഷൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ്, അപ്പോൾ ലോഡിൻ്റെ അടിയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ഡി എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. അതായത് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പോയിന്റിന് ഞാൻ ഡി എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? എന്നാലേ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം എച്ച് ഇൻറ്റു ഈ വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് വൈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു വൈ ഡിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തു ഫിഗറിൽ. ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇത് സർക്കുലർ ആർച്ച് ആയതുകൊണ്ട് ഒരു കോമൺ ഒറിജിൻ ഉണ്ടാവും. ആ ഒറിജിൻ ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും ഈ ആർച്ച് വരച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ആർച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒറിജിനാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആർ. ഇതൊക്കെ ഈ ആർച്ചിലേക്കൊക്കെയുള്ള ഈ ഒ എന്നുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കറസ്പോണ്ടിങ് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ ആറ് വരച്ചു. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിൻ്റെ തിയറി പറഞ്ഞ സമയത്ത് ഈ തീറ്റ തന്നെയാണ് നമ്മളിവിടെ വരിക. അതായത് ഇത് ടാൻജൻ്റാണ്. ടാൻജൻറ്റും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, ഈ സെയിം തീറ്റ തന്നെയാണ് വരിക. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സർക്കുലർ ആർച്ച് ആയതുകൊണ്ടൊരു കോമൺ ഒറിജിൻ ഉണ്ട്. അതിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞു ഈ വൈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർച്ചിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അതായത് എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആർച്ചിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ഡി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് 7.5 ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഈ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് ടോട്ടൽ 25 ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 12.5 വരിക. അപ്പോൾ 12.5 മൈനസ് ഈ 7.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് കിട്ടും. അത് മാറിപ്പോയത് എക്സ് നമ്മൾ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ആർച്ച് വരച്ചു, ഇതിൻ്റെ സ്പാൻ മാർക്ക് ചെയ്തു, ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നതെല്ലാം മാർക്ക് ചെയ്തു, ഇതിൻ്റെ റൈസ് മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഡി എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ട് ഇതിൻ്റെ ഓരോ ഒറിജിൻ ഞാൻ ഇതിൻ്റെ കുറച്ച് താഴോട്ട് എടുത്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 5 മാർക്ക് ചെയ്തു. അതേപോലെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 5 മാർക്ക് ചെയ്തു. ഓക്കെ, വേറെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആർച്ച് വരയ്ക്കുക. അതിലെല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഈ ഒറിജിൻ കാണിക്കുക, ഏത് പോയിന്റിലാണോ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഒരു റേഡിയസ് വരച്ചിടുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ എക്സ് ഡിസ്റ്റൻസ് എടുക്കാൻ വിട്ടുപോകരുത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇവിടെ തീറ്റ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടലും ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് ഇങ്ങനെ ഇത് ഈ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഈ ടാൻജൻറ്റും ഈ ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതായത് ഇവിടെ ഫോം ആവുന്ന, അതായത് ഒറിജിന് ഏത് പോയിന്റിലേക്കാണോ നമ്മൾ ആ ലൈൻ വരയ്ക്കുന്നത് ആ കറസ്പോണ്ടിങ് ഈ എന്താണ് ഈ സെൻറ്ററിലൂടെ വരുന്ന വെർട്ടിക്കലായിട്ടുള്ള ലൈനും, അതായത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ആ ലൈനും, അതുപോലെ തന്നെ ഈ ഒറിജിനിൽ നിന്നുള്ള ഈ കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള ലൈന് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഈ കറസ്പോണ്ടിങ് പോയിന്റിൽ ഹൊറിസോണ്ടലും ടാൻജൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 1 വെർട്ടിക്കൽ റിയാക്ഷൻ വി എ ആൻഡ് വി ബി. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുക്കാം. ഞാനിവിടെ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് എ. അപ്പോൾ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ ലോഡിൻ്റെ മൊമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ഫോഴ്സസും വി എന്ന് പറയുന്ന റിയാക്ഷനും എച്ച് എന്ന് പറയുന്ന റിയാക്ഷനൊക്കെ ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു മൊമെൻ്റ് ഈ രണ്ട് ഫോഴ്സസും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ആദ്യം വരുന്ന ലോഡ് 10 kN ആണ്. താഴോട്ട് ആക്ട് ചെയ്യുന്നു ടുവേർഡ്സ് എ ക്ലോക്ക് വൈസ്. അപ്പോൾ 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 7.5, 10 ഇൻറ്റു 7.5 പ്ലസ്സിൽ വരും. പിന്നെ വേറെ ലോഡുകളൊന്നുമില്ല. പിന്നെ ഉള്ളത് വി ബി ആണ്. വി ബി ഇൻറ്റു 25. അപ്പോൾ ഇത് മേലോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് വരുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ മൈനസ് വരും, മൈനസ് വി ബി ഇൻറ്റു 25. ഓക്കെ, എച്ച് ബി എൻ്റെ അതേ ലൈനിലായതുകൊണ്ട് വേറെ മൂവ്മെൻ്റ് ഒന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ഫോഴ്സസ് എക്ക് കറസ്പോണ്ടിങ് ആണ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. 10 ഇൻറ്റു 7.5 മൈനസ് വി ബി ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ബി കിട്ടും. അടുത്തത് വി എ കിട്ടാൻ വേണ്ടിയിട്ട് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുത്തു.
അപ്പം വി എ പ്ലസ് വി ബി രണ്ടും മേലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലസ് എടുത്തു. 10 കിലോ ന്യൂട്ടൺ ലോഡ് മാത്രമേ ബാക്കി വേറെയുള്ളൂ വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ട്, അത് താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മൈനസ് എടുത്തു. -10 = 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എ = 7 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് 2, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഓർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എച്ച് എ എന്ന് പറയുന്നത് എച്ച് ബി എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് സിൻസ് നോ ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ലോഡ്സ് ആർ ആക്ടിങ്. ഓക്കെ, അപ്പം എച്ച് എ ഈക്വൽ ടു എച്ച് ബി ആണ്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുക്കാം, എം സി. ഓക്കെ, എം സി ഈക്വൽ ടു എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് അബൌട്ട് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് നിന്നോ റൈറ്റ് നിന്നോ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി പറയുമ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ വി എ ഉണ്ട് അല്ലേ, ടോപ്പിലേക്ക് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ അത് ഏതാ ഡയറക്ഷൻ? ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം പ്ലസ് വി എ ഇൻറ്റു 12.5 മൈനസ്, അതായത് ഇത് 10 കിലോ ന്യൂട്ടൺ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ്, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ -10 × 5, ഈ ഡിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, 10 × 5. പിന്നെയുള്ള എച്ച് എ ഉണ്ട് അല്ലേ, അതായത് h × 5, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നിട്ട് മേലോട്ടേക്ക്, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ മൈനസ് വി എ ഇൻറ്റു 12.5 -10 × 5 -h × 5 ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിൻ്റെ എക്സ്പ്രഷൻ വരിക. Bending moment at C, MC is equal to 0. Considering left side, VA into 12.5 minus 10 into 5 minus H into 5 is equal to 0. അപ്പോൾ VA ൻ്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. അപ്പോൾ 7 into 12.5 minus 10 into 5 50 minus H into 5 is equal to 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -H into 5 is equal to -37.5 കിട്ടും. H is equal to 7.5 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇവിടെ കണ്ടുപിടിച്ചു. H is equal to 7.5 കിലോ ന്യൂട്ടൺ എന്നുള്ളത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് റിസൾട്ടൻറ്റ് റിയാക്ഷൻ. സ്റ്റെപ്പ് 3, RA is equal to √VA² + H². VA 7 ആണ്. അപ്പോൾ √7² + 7.5² that is equal to 10.26 കിലോ ന്യൂട്ടൺ. RB is equal to √VB² + H². that is √3² + 7.5² that is equal to 8.08 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് റിയാക്ഷൻസും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളോട് അതിൻ്റെ ഹിഞ്ചസിലുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ, റിസൾട്ടൻറ്റ് റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഒക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചു. നമ്മളോട് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്, അതും കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാ റിയാക്ഷൻസുമായി അപ്പം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 1ഉം 2ഉം ക്വസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 4, ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ് ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x is equal to 5 meter ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ആർച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡാണ് അല്ലേ. ലോഡ് ആക്ട് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7.5 meter മാറിയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ് ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x is equal to 5 meter ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ആർച്ച്. അപ്പോൾ സെൻറ്റർ ഓഫ് ദ ആർച്ച് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 meter ആണ്. അപ്പോൾ ഞാനത് x എന്ന് എഴുതി. ഓക്കെ, x is equal to 5 meter ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ആർച്ച്, ബ്രാക്കറ്റിൽ 7.5 meter ഫ്രം സപ്പോർട്ട് എ. ക്ലിയർ ആയോ? ജസ്റ്റ് ആ ഹെഡിങ് എഴുതിയതാണ് ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ് ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x is equal to 5 meter ഫ്രം ദ സെൻറ്റർ, അതായത് സെൻറ്ററിൽ നിന്ന് 5 meter മാറിയിട്ടും ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7.5 meter മാറിയിട്ടുള്ള സ്ഥലമാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിലിപ്പം D എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന ആർച്ചിൽ D എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പം VA ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 7.5 അല്ലേ, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ്, പിന്നെ ഉള്ളത് H ഇൻറ്റു Y മൈനസ് ആയിരിക്കും. അപ്പം VA ഇൻറ്റു 7.5 മൈനസ് H ഇൻറ്റു Y എന്നുള്ളതായിരിക്കും. വേറെ ലോഡുകളൊന്നും വരുന്നില്ല. 10 ആ സെയിം പോയിന്റ് തന്നെ ആക്ട് ചെയ്തുകൊണ്ട് മൊമെൻറ്റ് അതിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ D എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് D, MD is equal to VA ഇൻറ്റു 7.5 മൈനസ് H ഇൻറ്റു Y. അപ്പോൾ MD is equal to VA എന്ന് പറയുന്ന 7 ആണ്. 7 ഇൻറ്റു 7.5 മൈനസ് Hൻ്റെ വാല്യൂ 7.5 ആണ്. 7.5 ഇൻറ്റു Y
അപ്പോൾ നമുക്ക് y അറിയില്ല, ബാക്കി എല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്, y മാത്രം അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് y കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ തിയറി പറഞ്ഞപ്പോൾ y കണ്ടുപിടിക്കാൻ 2 എക്സ്പ്രഷൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 2 ഇക്വേഷൻസ് യൂസ് ചെയ്യണം, ഇക്വേഷൻ 2 എണ്ണം യൂസ് ചെയ്യണം. അതിലൊന്ന് r കണ്ടുപിടിക്കാനും ഒന്ന് y കണ്ടുപിടിക്കാനുള്ളതാണ് അല്ലേ. y കണ്ടുപിടിക്കണമെങ്കിൽ r നമുക്ക് ആ ഇക്വേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ r കണ്ടുപിടിക്കണം. ഓക്കെ, y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ 2 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ y കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇക്വേഷൻ r² = x² പ്ലസ് ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r പ്ലസ് y ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ട് ഇപ്പോൾ x നമുക്കറിയാം, x നമ്മൾ 5 എന്നുള്ളത് നമുക്ക് അറിയാം. അതുപോലെ സ്മോൾ ലെറ്റർ ആറും നമുക്കറിയാം, റൈസ് ആണ് അല്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് അറിയാത്ത വാല്യൂ ഈ ക്യാപിറ്റൽ R നമുക്കറിയില്ല, വൈയും അറിയില്ല. അപ്പോൾ y ആണ് നമുക്കിപ്പോൾ ഈ ഇക്വേഷനിൽ ആവശ്യമുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് r കണ്ടുപിടിക്കാം അല്ലേ, r വേണം. അപ്പോൾ r കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ സർക്കുലർ ആർച്ചിൻ്റെ L/2² = സ്മോൾ ലെറ്റർ r × 2r - r. അപ്പോൾ L നമുക്കറിയാം 25. അപ്പോൾ 25/2 ഹോൾ സ്ക്വയർ r നമുക്കറിയാം 5 × 2r - r 5 കൊടുത്തു. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്തപ്പം നമുക്ക് ഈ ആൻസർ കിട്ടും, 156.25 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അത് 25/2 12.5 ആണ്. അപ്പോൾ 12.5 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 156.25 കിട്ടും. ഇവിടെ 5 × 2r ചെയ്തപ്പോൾ 10r കിട്ടി, 5 × 5 25 കിട്ടി. ഓക്കെ, ഇനി 25 ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ 156.25 പ്ലസ് 25, അതായത് 181.25 ആയി. അപ്പോൾ 10r = 181.25 എന്ന് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ r = 18.125 മീറ്റർ എന്ന് കിട്ടും. അപ്പം ഈ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് 18.125 മീറ്റർ ആണ്. അപ്പം നമുക്ക് റേഡിയസ് കിട്ടി, r കിട്ടി. ഇനി r കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്യാം, r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് r ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൽ r-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. r² = അല്ലേ, അപ്പോൾ 18.125 r ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ = x². x 5² ആണ്, x എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5² പ്ലസ് r ക്യാപിറ്റൽ R, അതായത് 18.125 മൈനസ് സ്മോൾ ലെറ്റർ r, അത് 5 ആണ്, പ്ലസ് y ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് y മാത്രമേ ഇപ്പോൾ അൺനോൺ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് y കണ്ടുപിടിക്കണം. അപ്പോൾ 18.125² = 5² പ്ലസ് ഈ 18.125 എന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 18.125 എന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 13.125 കിട്ടും. ഓക്കെ, അപ്പോൾ 13.125 പ്ലസ് y ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലായി. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ 18.125² = 5² പ്ലസ് ഇത് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ 13.125 പ്ലസ് y ഹോൾ സ്ക്വയർ. ഇനി ഈ 5² ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 18.125² മൈനസ് 5² = 13.125 പ്ലസ് y ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്ക്വയർ എടുത്തിട്ട് ഈ 5² മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 303.515 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.125 പ്ലസ് y ഹോൾ സ്ക്വയർ. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൂട്ട് എടുത്തു, രണ്ട് സൈഡിലും LHSലും RHSലും റൂട്ട് എടുത്തപ്പോൾ ഇപ്പുറത്തെ LHSൽ എന്തായി, 303.515 എന്നുള്ളത് റൂട്ടായി, റൂട്ട് ഓഫ് 303.515 ആയി. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഈ സ്ക്വയർ എന്നുള്ള ടേം അങ്ങ് പോകും, 13.125 പ്ലസ് y ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് 303.515 എടുത്തു കഴിഞ്ഞാൽ 17.42 കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ 13.125 പ്ലസ് y ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറി, 13.125 പ്ലസ് y = 17.42. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് y = എന്ത് വരും, 17.42 മൈനസ് 13.125, y = അത് ചെയ്ത് കഴിഞ്ഞാൽ 4.295 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y-ൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് at D, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7.5 മീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ആർച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് 5 മീറ്റർ മാറിയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള y നമുക്കിപ്പം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഈ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് y ഇൻ ദ ഇക്വേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ്, md = 7 × 7.5 മൈനസ് 7.5 × y. y എന്ന് പറയുമ്പോൾ 4.295 ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ md = 20.287 kN/m എന്ന് കിട്ടും. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് at D =
20.287 kN/m. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതായത് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു അല്ലേ, റിസൾട്ടൻറ്റ് റിയാക്ഷൻസും വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷൻസൊക്കെ കണ്ടുപിടിച്ചു. ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ത്രസ്റ്റാണ്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ, അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മളോട് റിയാക്ഷൻസ്, ആ ഹിഞ്ചിൽ വരുന്ന എല്ലാ റിയാക്ഷൻസും, അപ്പം അതിന് വേണമെങ്കിൽ റിസൾട്ടൻറ്റ് റിയാക്ഷൻ ആണ് മെയിനായിട്ട് വേണ്ടത്, എച്ചും വി എല്ലാം കൂടിയുള്ള. നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് അതായിട്ടുണ്ട്. പിന്നെ റിസൾട്ടൻറ്റ് റിയാക്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യമായി, റിയാക്ഷൻസ് ആയി ഇഞ്ചിഡ് സപ്പോർട്ടിൽ വരുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞ ബെൻഡി മൊമെൻ്റ് ഡി ആണ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ബെൻഡി മൊമെൻ്റ് ആണ്. അതും നമ്മളിപ്പം കണ്ടുപിടിച്ചു. MD = 20.287 kN/m. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയോ? സർക്കുലർ ആർച്ചിൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടിയോ പ്രോബ്ലം ചെയ്തപ്പോൾ? ഒന്ന് അത് ശരിക്കും ഒന്ന് നോക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ക്ലാസ് ഒന്നും കൂടി എടുത്ത് കേട്ട് നോക്കുക. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ദെൻ, താങ്ക് യു.